ഏകദേശം 10 ഏക്കറിലുള്ള സെമിത്തേരിയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റക്ക് ഒരു സ്ഥലത്തേക്ക് പോവാണ്. നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ വളരെ പേടിച്ചിട്ട് ഇങ്ങനെയുള്ള സംഭവം കാണുമ്പം ഞാൻ ഭയത്തോടു കൂടെ ആ ഭാഗത്ത് പോവാതിരിക്കുക ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നോക്കൂല അങ്ങോട്ടേക്ക്. പക്ഷേ ഇവിടെ നിന്ന് വ്യത്യസ്തം എന്ന് വെച്ചാൽ ഇവിടെ നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി നടക്കാം. ഇതൊരു പാർക്ക് പോലെയാണ്, നമുക്ക് ഇങ്ങനെ പേടി വരില്ല. ഒരുപാട് ആളുകൾ നടക്കുന്ന കാണും. ഇതെങ്ങനെയുണ്ട്? അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ മൊത്തം സംസാരിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം ഞാൻ ഇതിനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പതുക്കെ വീഡിയോ കണ്ടോ. അപ്പം സെമിത്തേരി നമ്മൾ നാട്ടിൽ പറയുമല്ലോ, സെമിത്തേരിയാണ്. അപ്പോൾ ഇവിടെ പല പല സ്റ്റോണുണ്ട്. ഇപ്പം മാർബിളിൻ്റേതായാലും നല്ല വില കൂടിയ പല സ്റ്റോണിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കല്ലറകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. 1800 മുതലുള്ള മരിച്ചവരുടെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അവരെ പേര്, അവർ മരിച്ച വർഷം, ഇതൊക്കെ നമുക്ക് നടന്നിട്ട് ഇങ്ങനെ നോക്കി വായിച്ച് പോകാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നിങ്ങളതിനോട് യോജിക്കുന്നുണ്ടോ എനിക്കറിയില്ല, അഭിപ്രായത്തിൽ നമുക്കിപ്പം വല്ലവരോടും വല്ല ദേഷ്യവും വെറുപ്പ് അസൂയ കുശുമ്പ് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാർക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള സെമിത്തേരി, ശവക്കല്ലറുകൾ, ശ്മശാനം, ഇവിടെയൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് ഇരുന്നാലില്ലേ അങ്ങനെയുള്ള ഫീലിങ്സ്, ആ ഒരു ഇതൊക്കെ കുറയുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ അറിയോ, ഇതിൽ കണ്ട നിങ്ങൾ 1880 ഒരു ജോണിൻ്റെതാണ് ഇപ്പോൾ കണ്ടത്. അപ്പം നമ്മൾ മനുഷ്യന്മാർക്കുള്ള ഇത് നമ്മളെല്ലാം ടെമ്പററി ആണെന്നുള്ള ഒരു ചിന്ത പലപ്പോഴും എല്ലാവരും മറന്നു പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം ഞാനിവിടെ അധികം നടക്കാൻ പോകുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇത് നമുക്ക് വല്ലാത്തൊരു സമാധാനം ഇവിടെ പോകുമ്പം. നമുക്ക് ആരോടുള്ള എല്ലാതരം വെറുപ്പും അങ്ങ് ഇല്ലാണ്ടായിപ്പോവും. ഇപ്പം വിൻ്റർ തുടങ്ങിയതുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ ഇലയൊന്നുമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മഞ്ഞ ഇലകളുള്ള മരത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിനി. ആ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ വിൻ്ററാണ്. ഇനി അടുത്ത സമ്മർ വരെ ഇതിങ്ങനെ അങ്ങ് ഇരിക്കും, മരങ്ങളിൽ ഇലയൊന്നും ഉണ്ടാവില്ല. ഇപ്പം അടുത്ത മാസം -ഡിഗ്രിയാണ്. ഞാൻ ഏതായാലും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല ആ സമയത്ത്. പിന്നെ ഇതാ പണ്ടേത്തെ ടൈപ്പും ഉണ്ട്, പക്ഷേ ഇപ്പം മോഡേൺ ആയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കുറേ വർഷം പഴക്കമുള്ളതാണ്. അപ്പം ഇവിടെ പോയ സമയത്ത് എനിക്ക്, അതായത് അവിടെ കയറിയപ്പോൾ തന്നെ വലിയ പേടിയൊന്നും ഉണ്ടില്ല. ഞാൻ മുൻപ് ഇവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒരു സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾ മുന്നോട്ട് പോകുമ്പം കാണും. ഒരേ ഒരു മരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ആ മരത്തിൽ മാത്രം ഇത് കണ്ട ഒരാൾ, എന്താണെന്ന് സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ എടുത്തേ. അപ്പം ഒരു മരത്തിൻ്റെ കീഴിൽ മാത്രം നിന്നപ്പം ആ മരത്തിന് മാത്രം ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഒറ്റൊരു മരം, വേറൊരു മരം അനങ്ങുന്നില്ല. അതൊരു സാധാരണ ഒരു കാറ്റ് പോലെയല്ല അതുണ്ടായത്. അപ്പോൾ ആ വീഡിയോ ഇതിൽ തുടർന്ന് കാണുന്നുണ്ട്, നിങ്ങൾ കാണണം. അപ്പം നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടോ. ക്രിസ്ത്യൻസിൻ്റെതായതുകൊണ്ട് അവരുടേതായ രീതിയിലുള്ള ഓരോ രൂപങ്ങൾ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ വലിയ കല്ലറുകളില്ലേ, അതൊരു ഫാമിലീനെയൊക്കെ അടക്കം ചെയ്യുന്ന ടൈപ്പാണ്. കണ്ടില്ലേ, ഒരു മാലാഖേൻ്റെ ഒരു പ്രതിമ പോലെ. അപ്പം വലിയ ഫാമിലീനെ മൊത്തത്തിൽ ഇത് ചെയ്യുന്നതാണ് വലിയത് കാണുന്നത്. പിന്നെ ഇവിടെ നമ്മളെ ഭസ്മം കൊണ്ടുവന്നിട്ടിട്ട് അതൊരു കല്ലറയാക്കും. പിന്നെ മുഴുവനായിട്ടും കുഴിച്ചിടുന്ന പോലെ അങ്ങനെയും ചെയ്യും തോന്നും. പിന്നെ ഇതൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, അത് പഴയതാണ് കേട്ടോ, വളരെ പഴയതാണ്. അത് കാണുമ്പം തന്നെ എനിക്ക് തന്നെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഏകദേശം 10 ഏക്കറിലുള്ള ഈ ശവപ്പറമ്പിൽ പിന്നെ നമ്മളെ ഈ ടൗണിൻ്റെ ഏകദേശം കുറച്ച് ഭാഗം ഇതിങ്ങനെ പോകുന്നുണ്ട് ഈ ശവപ്പറമ്പായിട്ട്. ഇതേതാ 1887 അപ്പം പക്ഷെ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു ഇങ്ങനൊരു സ്ഥലമായതുകൊണ്ട് ഭയം വരും. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെ എത്തിയപ്പോലെ ആ മരം കണ്ടോ, അതായത് ഈ മരം അവിടെ കാറ്റ് കണ്ടോ, ഇത് അനങ്ങുന്നുണ്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിന്. നല്ല തണുത്തൊരു കാറ്റ് വന്നിരുന്നു. പക്ഷെ മറ്റു മരങ്ങളിലൊന്നും അത് ഉണ്ടായില്ല. ഒരു ഇളം കാറ്റാണ്, കൊടുങ്കാറ്റല്ല. കണ്ടില്ലേ, അത് ആ മരത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചിട്ട് എനിക്കതിൽ പേടിയൊന്നുമില്ല. നമുക്കിത് കാണുമ്പോൾ കൗതുകമാണ്. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഇല്ലല്ലോ. ഞാൻ അങ്ങനെ സെമിത്തേരിയിലൊന്നും പോയിട്ടില്ല, പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ കുരിശിൻ്റെ ഒരു രൂപമൊക്കെ കണ്ടിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് ഈ അടുത്ത് പിന്നെ മരിച്ച് അല്ലെങ്കിൽ അടക്കം ചെയ്യാനുള്ളവരതാണ് ഈ ഫ്ലവറും ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്. ഒന്നുകിൽ ഡെഡ് ബോഡി എത്തിയിട്ടുണ്ടാവില്ല, അത് അറേഞ്ച് ചെയ്ത് വെച്ചതായിരിക്കാം, അങ്ങനെയൊക്കെയാണിത് സംഭവം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു കുന്നിൻ്റെ മുകളിലേക്ക് പോയി. അവിടെ ഈ ഒരു കാര്യം കണ്ടു. ഇത് ഒരു കുടുംബത്തിലെ 4 പേരടക്കം ചെയ്ത സ്ഥലമാണ്. സത്യമാണ്, ഇച്ചിരി കുന്നിൻ്റെ മുകളിലോട്ട് കയറിയപ്പോൾ എനിക്ക് പേടി വരാൻ തുടങ്ങി. ഉള്ളിലൊരു പേടി, കാരണം ആരും കാണുന്നില്ല. താഴത്തോട്ടൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ടായി. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കയറിയതാ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാ മരങ്ങളിലും ഇലകളും അനങ്ങുന്നില്ലല്ലോ, ചില ഭാഗങ്ങളിൽ മാത്രം. സത്യം പറഞ്ഞാൽ ഇവിടെ പോയതിൻ്റെ അന്ന് രാത്രി ചെറിയൊരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു. ഞാനത് നിങ്ങളോട് പറയുന്നില്ല. പിന്നെ ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഞാനത് പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് നല്ല കാര്യങ്ങളിൽ അങ്ങനെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു മരമല്ല എന്നാൽ ചെടിയുമല്ല, അത് നല്ല ഭംഗിയുള്ള ഇലയുണ്ട്. നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. സ്മെല്ലും ഇല്ല, അങ്ങനെയൊന്നുമില്ല, നമുക്ക് പറിച്ച് ചവക്കാനൊന്നും പറ്റൂല. അപ്പം നല്ല ഭംഗിയുള്ളതുകൊണ്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇത് കണ്ടോ, ഇതെല്ലാം നമുക്ക് ആടെ എത്തുമ്പോൾ ഒരു പേടിയാണ്. പിന്നെ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ, അപ്പം നമുക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് പലതും ഇവിടെ കാണാൻ പറ്റും. അപ്പം ഗൈസ്, എനിക്ക് പേടി ചെറുതായിട്ട് അന്നേരം വന്നത് കൊണ്ടും ഞാൻ വഴി തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. വഴി തെറ്റീന്, ഞാൻ നടന്ന് എവിടേക്കോ എത്തി. അവസാനം ഗൂഗിൾ മാപ്പ് ഇടേണ്ടി വന്നിട്ടുണ്ടായി. പിന്നെ 2 ആൾക്കാരെ കണ്ട് ചോദിച്ചു. പിന്നെ ഞാൻ ഇവിടെ പോയ സമയത്ത് എന്താ പറയുക, മഴ ഉണ്ടായിരുന്നു ചെറുതായിട്ട്, പിന്നെ നല്ല തണുപ്പും. അതുകൊണ്ടാണ് അത്രയും ആൾക്കാരെ കാണാത്തത്. നിങ്ങൾ സാധാരണ രീതിയിൽ ആൾക്കാർ പോകുന്ന സ്ഥലമാണ്, നടക്കാനൊക്കെ പോകുന്ന സ്ഥലമാണ്. പിന്നെ മനക്കെട്ടിയുള്ളവരും പോകുന്ന സ്ഥലമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്നും പോകില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് നമ്മളെ ഒരു അഹംഭാവം കുറേ കുറക്കുന്നൊരു കാര്യമാണല്ലേ. കണ്ടില്ലേ, സിറ്റീൻ്റെ ഉള്ളിൽ തന്നെയാണ്, ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു സംഭവം ഇത്രയും വലിയ ലാൻഡിൽ ഇവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിലെങ്കിലും നല്ല വ്യൂസും നല്ല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു. കണ്ടോ, ഇത്രയും സ്ഥലത്തുണ്ട്. അതായത് ഇങ്ങനെ വട്ടം ചുറ്റി നമുക്ക് പോയി നോക്കാൻ പറ്റും. ടൗണ് മൊത്തം കാണും ഇനിയും കുന്നിൻ്റെ മുകളിൽ കയറിയാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഏത് രീതിയിൽ ഞാൻ നിങ്ങളെ പേടിപ്പെടുത്താനോ ഒന്നിനല്ല, ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് കാണിക്കാനാണ് ഈ വീഡിയോ. അങ്ങനെ നടന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. കല്ലറ തുറന്ന് കിടക്കുന്നു. ഞാൻ ജസ്റ്റ് അതിനുള്ളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, അടുത്ത് മുട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ അതിനുള്ളിൽ ഇങ്ങനെ ഒന്നും ഞാൻ വേറെ രീതിയിലൊന്നും കണ്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോന്നും കണ്ടാകുമ്പോൾ എനിക്ക് നല്ലോണം ഭയം വന്നാച്ച് സത്യം പറഞ്ഞാൽ. എന്നാലും ഞാൻ വീഡിയോ എടുക്കല നിർത്തിയില്ല. ഭംഗിയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എല്ലാം ഞാൻ അതിനെ വീഡിയോ എടുത്ത് വെച്ചു നിങ്ങളെ കാണിച്ചു തരാൻ. അപ്പം എൻ്റെ മൈൻഡ് പറഞ്ഞു, ഇനി വേണ്ട, പോവാം. നമുക്ക് ആ ഒരു പേടി ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെയല്ലേ, അതുകൊണ്ട് ഓക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിനോ? കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ അടുത്ത മാസം അല്ല ഈ മാസം നാട്ടിലേക്ക് മടങ്ങും. അപ്പം വർഷത്തിൽ ഇനി അങ്ങോട്ട് ചിലപ്പം വർഷത്തിൽ ആണ് ഞാൻ ഇവിടേക്ക് വരിക. പറയാൻ പറ്റൂല, നമ്മളെ ലൈഫാണ്, എപ്പോഴും എങ്ങനെയും മറിയാം. ഞാൻ പറഞ്ഞല്ലോ, മാരീഡ് ആയതുകൊണ്ട് ഇപ്പം നാട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഇതെങ്ങനെയുണ്ട്? ഇത് അടിപൊളിയല്ലേ? അങ്ങനെയുണ്ട്. അപ്പം ഇവിടെയും അവിടെയുമായി നിൽക്കാനാണ് ഞാനിപ്പം തീരുമാനിച്ചിരിക്കുന്നത്. അധികവും നാട്ടിൽ തന്നെ, എന്നാൽ ഇതേ നോക്കൂ, എന്നാൽ ഇവിടെയും. അപ്പോൾ 2 നാട് നമുക്ക് മിസ് ചെയ്യൂല. നമ്മളെ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കുകയും ചെയ്യും. ഇടയ്ക്ക് നാട്ടിൽ ബോറടിക്കുമ്പോൾ ഇങ്ങോട്ട് വരിക, കുറച്ച് നാൾ ഇവിടെ വന്നിട്ട് അങ്ങ് തിരിച്ചു പോവുക, അങ്ങനെ.